നമസ്കാരം. ഇന്ന് അതിവിശേഷപ്പെട്ട ശിവരാത്രിയാണ്. പരമശിവന് ഏറ്റവും വിശേഷപ്പെട്ട ദിവസം. ഇന്നേ ദിവസം ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഭഗവാന്റെ കടാക്ഷം വന്ന് ചേരുന്ന, ഇരട്ടിയായി തന്നെ വന്ന് ചേരുന്ന ദിവസമാകുന്നു. എന്നാൽ ഇന്നേ ദിവസം നാം മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ജ്യോതിഷപരമായി പല മാറ്റങ്ങളും സംഭവിക്കും. അത്തരത്തിൽ ശിവരാത്രി ദിവസവും ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്ന് ചേരുന്ന സമയമാകുന്നു. സാമ്പത്തികപരമായ നേട്ടങ്ങൾക്കും വളരെയധികം നേട്ടങ്ങൾ, സൗഭാഗ്യങ്ങൾ സ്വന്തമാക്കുവാൻ, വീട്, വാഹനം തുടങ്ങിയ കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധ്യത കൂടുതലുള്ള നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാകുന്നു. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ശിവരാത്രി പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്ന് എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങളുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. എവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഓം നമഃശിവായ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രം തന്നെയാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ സമയം അനുകൂലമാണ് സമയം. പരമശിവന്റെ കടാക്ഷം ജീവിതത്തിലേക്ക് വന്നു ചേർന്നിരിക്കുന്നതായ സമയം. ഈ സമയം തൊഴിൽ, യാത്രകൾ അല്ലെങ്കിൽ തൊഴിലുമായി ബന്ധപ്പെട്ട് ഉയർച്ച തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരും. ദീർഘമായ പല കാര്യങ്ങളും ചെയ്യേണ്ടതായ, ദീർഘകാല അടിസ്ഥാനത്തിൽ ചെയ്യേണ്ടതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ചെയ്ത് തുടങ്ങുവാൻ സാധിക്കും. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും. അനുമതികൾ കൈകളിലേക്ക് വന്നു ചേരും. കൂടാതെ ഈ സമയം സാമ്പത്തികപരമായ നേട്ടങ്ങൾ അത് വലിയ രീതിയിൽ തന്നെ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. വസ്തുവിൽപ്പന തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വന്നു ചേരാം. കൂടാതെ ഈ സമയം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, സൂര്യനും രാഹുവും ബുധനും 12-ലും ശനിയും ചൊവ്വയും ശുക്രനും 11-ലും വ്യാഴം 2-ലും സഞ്ചരിക്കുകയാൽ അനുകൂലം തന്നെയാണ് സമയം. അതിനാൽ ധനപരമായ നേട്ടങ്ങൾക്ക് പുറമെ ജീവിതത്തിലേക്ക് ഭാഗ്യം കൂടി കടന്നു വരുന്ന സമയം കൂടിയാണ് ഇത്. ചെയ്യുന്ന കാര്യങ്ങളിൽ ഭാഗ്യം അനുകൂലമാകും. വീട്, വാഹനം, വസ്തു തുടങ്ങിയ കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സമയം. ജോലി തുടങ്ങിയ കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും എന്ന കാര്യം നിസ്സംശയം പറയാം. ഈ സമയം പ്രധാനമായും ചെയ്യേണ്ടത് സാക്ഷാൽ പരമശിവനെ ആരാധിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ്. ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം നിസ്സംശയം പറയാം. മറ്റൊരു നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ലഭിച്ചിരിക്കുന്നതായ ഒരു സമയമാകുന്നു. 11-ലും 12-ലും 3 ഗ്രഹങ്ങൾ വീതമുണ്ട്. വ്യാഴം ജന്മരാശിയിലാണ്, ജന്മനക്ഷത്രത്തിലുമാണ്. അനുകൂലമായ സാഹചര്യമാണ് എന്ന് തന്നെ പറയാം. തൊഴിലുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടാം. പുതിയ തൊഴിൽ ലഭിക്കാം. വിദേശത്തേക്ക് തൊഴിലുമായി ബന്ധപ്പെട്ട് പോകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. വിദ്യയിൽ ഉയർച്ച നേടാം. അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത അല്പം കൂടുതലാകുന്നു. ഈ സമയം വീട് തുടങ്ങിയ കാര്യങ്ങൾ പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അനുകൂലമാണ് സമയം. ഈ സമയം വീട് വാങ്ങുവാനും അനുകൂലമാണ് എന്ന് തന്നെ പറയാം. സ്ഥലം, വീട് തുടങ്ങിയ കാര്യങ്ങൾ വാങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. വളരെ കാലമായി നിങ്ങൾ വാഹനം തുടങ്ങിയ കാര്യങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് അനുകൂലമാണ് സമയം എന്ന കാര്യവും ഓർക്കുക. വസ്തു വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ചില തടസ്സങ്ങളുണ്ട് എങ്കിലും അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് സമയം എന്ന കാര്യം ഓർക്കുക. പരീക്ഷയിൽ ഉയർന്ന വിജയം തന്നെ നേടിയെടുക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളും നിങ്ങൾക്ക് പ്രയാസകരമായി തീരാം ഭരണി നക്ഷത്രക്കാർക്ക്. എന്നാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രായോഗികമായ ബുദ്ധി കൊണ്ട് മറികടക്കുവാൻ സാധിക്കും. ഈ സമയം അനുകൂലമാണ് എന്ന കാര്യം നിസ്സംശയം പറയാം. തീർച്ചയായും പരമശിവനെ ആരാധിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. മറ്റൊരു നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത്. സുവർണാവസരമാണ് എന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് പല വിധത്തിലുള്ള ശുഭകരമായ കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരും. 11-ലെ സൂര്യരാഹു ബുധയോഗം തുടക്കത്തിൽ തന്നെ, അതായത് ശിവരാത്രിയുടെ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകും.
തൊഴിൽ ശ്രമങ്ങൾ പാഴാകുന്നതല്ല. തൊഴിൽ ലഭിക്കുവാൻ സാധ്യത കൂടുതലാണ്. തൊഴിൽ മാറാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അധികാരികളുടെ പ്രീതി നേടിയെടുക്കുവാൻ സാധിക്കും. തടസ്സങ്ങൾ ഒഴിഞ്ഞ് ജീവിതത്തിലേക്ക് ശുഭകരമായ കാര്യങ്ങൾ വന്നു ചേരും. പലരെയും പിന്തള്ളി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. തൊഴിൽ ലഭിക്കുവാനും അതേപോലെ തന്നെ തൊഴിലിൽ ഉയർച്ച നേടുവാനും സാധിക്കും. കുടുംബത്തിൽ അനുകൂലമായ അന്തരീക്ഷം വന്നു ചേരും. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, നിങ്ങൾക്ക് ഈ സമയം തൊഴിൽ, അതേപോലെ തന്നെ വീട്, വാഹനം, വസ്തു തുടങ്ങിയ കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. വിധിയിൽ പെട്ടെന്ന് ഉയർച്ച നേടുവാൻ സാധിക്കും. വാഹനം സ്വന്തമാക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. വീട് വിൽക്കുവാനും വാങ്ങുവാനും അനുകൂലം തന്നെയാണ് സമയം. ഈ സമയം ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ തീർച്ചയായും ഫലങ്ങൾ അനുകൂലമായി വന്ന് ഭവിക്കും എന്ന് തന്നെയാണ് ഫലം. മറ്റൊരു നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ സമയമാണ് വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന് പറയാം. ഈ സമയം ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരും. പല ചുമതലകളും നിങ്ങൾക്ക് ഈ സമയം ലഭിക്കുവാൻ സാധ്യത കൂടുതലാണ്. കൂടാതെ ഈ സമയം പല ദൗത്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ചെയ്ത് തീർക്കുവാൻ സാധിക്കും. വീട്ടിലും പുറത്തും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക. പിന്തുണ ലഭിക്കും എന്ന് ചുരുക്കം. സാമ്പത്തിക സ്ഥിതി മോശമാകില്ല എന്ന കാര്യം ഓർക്കുക. അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ആശുപത്രി ചെലവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ വന്നു ചേരാം. അത്തരം കാര്യങ്ങൾ പരമശിവനെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും. എന്നാൽ ആരോഗ്യകരമായ ഉയർച്ച ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരും. വിവാഹവുമായി ബന്ധപ്പെട്ട് അനുകൂലമാണ് സമയം. ഈ സമയം തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തൊഴിൽ മാറ്റത്തിന് സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. വിവാഹവുമായി ബന്ധപ്പെട്ടും അനുകൂലമാണ് സമയം. വാഹനം വാങ്ങുവാൻ, വളരെ കാലമായി ആഗ്രഹിക്കുന്ന വാഹനം വാങ്ങുവാനുള്ള അവസരം നിങ്ങൾക്ക് വന്നു ചേരും. ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും വസ്തു വാങ്ങുവാൻ, വസ്തു വിൽക്കുവാൻ അനുകൂലമാണ് സമയം. വീട് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പണി പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത്തരത്തിൽ അനുകൂലമാണ് ഫലം. കൂടാതെ ഈ സമയം വീട് വാങ്ങുവാനും അനുകൂലമാണ് അവസരം എന്ന കാര്യവും ഓർക്കുക. അതിനാൽ തന്നെ തീർച്ചയായും ഈ അവസരങ്ങൾ നിങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോവുക. ഭഗവാനെ ആരാധിക്കുവാൻ മറക്കാതിരിക്കുക. ശിവക്ഷേത്രത്തിൽ തീർച്ചയായും ദർശനം നടത്തി മുന്നോട്ട് പോവുക. ഭഗവാന്റെ കടാക്ഷം കൂടെ തന്നെയുണ്ട്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ് സമയം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വളരെയധികം മികവ് തെളിയിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. വ്യാപാരത്തിൽ വിപുലീകരണം നിങ്ങൾക്ക് സാധ്യമാകും. കൂടാതെ കൃഷിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. കൃഷി ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം രാഷ്ട്രീയപരമായി ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങളുണ്ട്. എന്നാൽ ശ്രദ്ധിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് തിരിച്ച്, അതായത് നേർവിപരീതമായ ഫലങ്ങൾ വന്നു ചേരാം. ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. ഈ സമയം ഊഹക്കച്ചവടം, ബിസിനസ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ തന്നെ സിദ്ധിക്കും. ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, നിങ്ങൾക്ക് തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ തൊഴിൽപരമായ കാര്യങ്ങൾക്ക് ശ്രദ്ധ നൽകുക. തൊഴിൽ മാറാനും അനുകൂലമാണ് സമയം. എന്നാൽ നിലവിലുള്ള ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ മറ്റു ജോലിക്കായി ശ്രമിക്കുന്നതാണ് ഉത്തമം. കൂടാതെ ഈ സമയം വിവാഹം നടക്കും എന്നതിനേക്കാൾ ഉപരി നിങ്ങളുടെ ജീവിതത്തിൽ അനുയോജ്യമായ ബന്ധങ്ങൾ വന്നു ചേരുകയും ആ ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായി മാറും എന്നതാണ്. അതിനാൽ തന്നെ വിവാഹത്തിൽ കലാശിക്കും. കൂടാതെ മറ്റൊരു കാര്യം, വിവാഹവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ ഫലം തന്നെയാണ് വന്നു ചേരുക. പ്രത്യേകിച്ചും തൊഴിൽപരമായും ബിസിനസ് പരമായും ഉയർച്ച നേടുവാൻ സാധിക്കും. കൂടാതെ വീട് എന്ന സ്വപ്നം നിങ്ങൾക്കുണ്ട് എങ്കിൽ ആ സ്വപ്നത്തിന് ഏറ്റവും അനുയോജ്യമായ സമയമാണ്. വീട് വാങ്ങുവാൻ, വീട് പണിയുവാൻ അനുകൂലമാണ് സമയം. വീട് പണി നടക്കുന്നുണ്ട് എങ്കിൽ വീട് പണി പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് ഈ സമയം സാധിക്കും. വസ്തു വാങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. വാഹനം, ഇഷ്ടവാഹനം സ്വന്തമാക്കുവാനുള്ള അവസരങ്ങളും വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. ഈ സമയം ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ തീർച്ചയായും വിജയിക്കും എന്ന കാര്യം ഓർക്കുക. ഈ സമയം നിങ്ങൾ പരമശിവനെ ആരാധിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും തടസ്സങ്ങൾ ഒഴിഞ്ഞ് അനുകൂലമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും.